ദേശത്തും അതിൻ്റെ തനതായ രീതിയിലുള്ള അവരുടെ ഫുഡ്, അവിടെ കൾച്ചർ, ഫുഡ്, പിന്നെ അതോടൊപ്പം തന്നെ അവിടെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന അവിടുത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ. ഇപ്പോൾ നമ്മൾ ഇവരൊക്കെ ഈ ആയുർവേദം നന്നായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു വഴിയായിട്ടാണ് ആയുർവേദത്തെ അവർ കാണുന്നത്. അവരൊക്കെ വരുന്നത് അവരുടെ ഫ്യൂച്ചറിലായിട്ടുള്ള ഹെൽത്തിനെ ഡെവലപ്പ് ചെയ്യാനുള്ള. അതെ അതെ, ഇന്നുള്ളത് മാത്രമല്ല, അതെ, നാളേക്ക് വേണ്ടി, അതെ, അടുത്ത 10, 20, 30 വർഷത്തേക്കുള്ള ഒരു കാര്യങ്ങൾക്കാണ് അവർ ആയുർവേദത്തെ ശരിക്കും അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ടോക്സിൻസ് എല്ലാം ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുക, അവരുടെ ബോഡിയെ നമ്മൾ റെജുവിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം അവരോട് പ്രഗ്നൻസിയെ കുറിച്ചുള്ള പ്ലാനിങ്ങിലോട്ട് പോകാൻ മതി. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആയുർവേദത്തിൽ നമ്മൾ ഷോർട്ട് കട്ട് ഇല്ല. ടൈം ഈസ് ദ മെഡിസിൻ. സമയം തന്നെയാണ് നമുക്ക് എല്ലാവരും വേണ്ടതും. നമസ്കാരം. സഫലം ഈ യാത്രയുടെ പുതിയൊരു അധ്യായവുമായി ഞാൻ എത്തി നിൽക്കുന്നത് ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റി എന്ന സ്ഥലത്താണ്. ഇന്ന് സഫലം ഈ യാത്ര നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആയുർവേദത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. ശരിക്കും ആയുർവേദം എന്ന് പറയുന്നൊരു ചികിത്സാ സമ്പ്രദായം നമ്മുടെ മുമ്പിലേക്ക്, അതിൻ്റെ ആ പവിത്രതയും പരിശുദ്ധിയും കുറിച്ച്, ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്ന രണ്ടുപേരാണ്. തീർച്ചയായും ഇവിടെ വളരെ വെൽ നോൺ ആണ്. ഒരു നല്ല മെഡിക്കൽ ടീമുണ്ട് അവർക്ക്. SD ആയുർവേദ മനയുടെ സാരഥികൾ. ഒന്ന് സനീഷ് ഭായിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ധന്യ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണിക് സിറ്റിയിലെ SD ആയുർവേദ മനയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. മിസ്റ്റർ സനീഷിനെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ധന്യയെയും പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം സാർ. കണ്ണൂരാണ് ജനിച്ചതും. കണ്ണൂർ പയ്യാവൂരാണ്. പയ്യാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചു, പഠിച്ചു. പൈസഗിരി സെൻറ് മേരി സ്കൂളിൽ ആണ് പഠിച്ചതൊക്കെ. അവിടുന്ന് പിന്നെ അവിടുത്തെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം +2 കഴിഞ്ഞ് ചെമ്പേരിയിൽ നിന്ന്, അതിനുശേഷമാണ് ആയുർവേദ ഫീൽഡിലേക്ക് വരുന്നത്. അത് വലിയൊരു ലോങ് പ്രോസസ്സാണ് അല്ലേ? മാഡത്തിൻ്റെ നാട് കോഴിക്കോട്, പേരാപ്പറയ്ക്കടുത്താണ്. എങ്ങനെയാണ് ഫസ്റ്റ് രണ്ടും, കോഴിക്കോടും കണ്ണൂരും അടുത്തടുത്ത ജില്ലകളാണ്, കണ്ടുമുട്ടിയതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കണ്ടുമുട്ടിയത് അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. ഞാൻ പൂനെയിൽ ജോലി ചെയ്തുകൊണ്ട സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അമ്മയുടെ സഹോദരിയാണ് കല്യാണമായിട്ട് വരുന്നത്. അങ്ങനെയാണ് പ്രപ്പോസൽ വരുന്നു, അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോടൻ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് അല്ലേ? അതെ അതെ. അപ്പോൾ അതുവരെ ഡൽഹി, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ്, പൂനെ, പിന്നെ കുറച്ചു കാലം യൂറോപ്പിൽ, ഇറ്റലി ഇങ്ങനെ കറങ്ങി വന്ന് യാത്ര വന്ന് പൂനെയിൽ നിൽക്കുന്നു. പൂനെയിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. അതെ അല്ലേ? അതെ അതെ. നമ്മുടെ ലൈഫ് പാർട്ണറെയും ജീവിതത്തിന്റെ ഇപ്പോൾ നമ്മൾ കൊണ്ടുനടക്കുന്ന ആയുർവേദത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതിന്റെ ആ പവിത്രതയുടെ ഒരു എൻട്രി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തീർച്ചയായും പൂനെയിലെ ഒരു റിസോർട്ട്. അതെ അതെ. അപ്പോൾ പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് ശരിക്കും നാട്ടിലൊരു കർഷക ഫാമിലിയിൽ നിന്നാണ്. അവിടെ പേര് കുര്യൻ പുതുക്കുളത്തിൽ.
അമ്മ ഹൗസ് വൈഫ്. അമ്മ ഹൗസ് വൈഫ്. അപ്പോൾ ശരിക്കും ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു. എത്രാമത്തെ മകനായിരുന്നു? ഞങ്ങൾ 2 മക്കളാണ്, ഞാനും ഒരു സഹോദരിയും. സഹോദരി ഇളയതാണ്. പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ഡൽഹിക്കാണ് അല്ലേ? അതെ, ആദ്യത്തെ യാത്ര ഡൽഹിക്കാണ്. അവിടുന്ന് ചണ്ഡീഗഡാണ്. ഡൽഹിയിൽ കുറച്ചു കാലം നമ്മൾ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ ചെയ്തു. അവിടുന്ന് പിന്നെ ചണ്ഡീഗഡിലേക്ക് പോയി. ചണ്ഡീഗഡിൽ നിന്നാണ് നമ്മുടെ പഴയ മിനിസ്റ്ററായിരുന്ന സുരേഷ് കൽമാഡിയുടെ ബ്രദർ ഡോക്ടർ പ്രകാശ് കൽമാഡിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് പല മേഖലയിൽ ജോലി ചെയ്യാൻ നമുക്ക് അവസരം കിട്ടി. അവിടെ നിന്നാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. അച്ഛൻ്റെ അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് അച്ഛനും അമ്മയും സ്വാധീനിച്ചിട്ടുള്ളതും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ അവരുടെ കഷ്ടപ്പാടും ഒക്കെ നമ്മൾക്ക് കണ്ടും കേട്ടും വളർന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കണം എന്നൊരാഗ്രഹം, ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു. ആ സമയത്ത് കൂടുതലായിട്ട് എല്ലാവരും നേഴ്സിങ്ങിനാണ്, അലോപ്പതിയിൽ നേഴ്സിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് ആയുർവേദത്തിലേക്ക് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാധ്യത തോന്നി. അങ്ങനെയാണ് നമ്മൾ ആയുർവേദത്തിലേക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ യാത്ര ചെയ്ത സമയത്ത് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നത് സാധാരണക്കാരല്ല, കുറച്ചും കൂടെ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തികളാണ് എടുക്കുന്നതെന്ന് മനസ്സിലായി. സെലിബ്രിറ്റികൾ, ഫിലിം സ്റ്റാർ, പൊളിറ്റീഷ്യൻസ്. അപ്പോൾ ഇവർ ഫിസിക്കൽ മെൻ്റൽ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് ഈ സാധനത്തിൽ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കത് ഇപ്പോൾ ഡൽഹി, ചണ്ഡീഗഡ് ആയിക്കോട്ടെ, ഇപ്പോൾ യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. എല്ലാം നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനം നേടുക എന്നുള്ളതിനെ കൊണ്ടാണ്. അതെ, തീർച്ചയായും. അപ്പോൾ ആ യാത്ര എത്രത്തോളം താങ്കളെ സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായും. നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പഠിച്ചതിനേക്കാളും കൂടുതൽ, അതിൻ്റെ ഒരു 4 ഇരട്ടി 5 ഇരട്ടി കൂടുതൽ പഠിച്ചത് നമ്മൾ യാത്രകളിലൂടെയാണ്. പുതിയ മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു, പുതിയ സ്ഥലങ്ങൾ കാണുന്നു, പുതിയ സംസ്കാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, പുതിയ ഭക്ഷണരീതികൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് കുറേ അറിവുകൾ കിട്ടുന്നു. പിന്നെ ഓരോ ദേശത്തും അതിൻ്റെ തനതായ രീതിയിലുള്ള അവരുടെ കൾച്ചർ, ഫുഡ്, പിന്നെ അതോടൊപ്പം തന്നെ അവിടെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന അവിടുത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡല്ല നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പോയി അവർ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ മെത്തേഡുകൾ. അപ്പോൾ അങ്ങനെ വരുന്ന പലൊരു കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലൂടെ. ശരിക്കും നമ്മളിപ്പോൾ ഡൽഹി ചെന്നു, ചണ്ഡീഗഡ്, പൂനെയിലേക്കാണ് നമ്മൾ പിന്നെ വരുന്നത്. പൂനെയിലേക്ക് വരുമ്പോൾ ഫൈനൽ നമ്മൾ റിസോർട്ടിലേക്കാണ്. ഒരു ആയുർവേദ റിട്രീറ്റ് സെൻ്റർ ആയിരുന്നു അവിടെ ആയുർവേദം, ഒരുപാട് സെലിബ്രിറ്റീസ് അവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരൊക്കെ ഈ ആയുർവേദം നന്നായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു വഴിയായിട്ടാണ് ആയുർവേദത്തെ അവർ കാണുന്നത്. ശരിക്കും അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആശയം നമ്മളിലേക്ക് വരുന്നത്. അതെ. കാരണം അവരൊക്കെ വരുന്നത് അവരുടെ ഫ്യൂച്ചറിലായിട്ടുള്ള ഹെൽത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതെ. ഇന്നുള്ളത് മാത്രമല്ല, നാളേക്ക് വേണ്ടി. അതെ, അടുത്ത 10, 20, 30 വർഷത്തേക്കുള്ള ഒരു കാര്യങ്ങൾക്കാണ് അവർ ആയുർവേദത്തെ ശരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ആയുർവേദ മേനയുടെ ഓൾ നോളായി കൂടെ നിൽക്കുന്നു. അതെ. അപ്പോൾ അതൊരു വലിയൊരു സ്ട്രെങ്ത് വരുന്നുണ്ടല്ലേ? കാരണം അവർ ആയുർവേദത്തിലേക്ക് വരികയും നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുകയും നമ്മുടെ പേഷ്യൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ എല്ലാവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഒപ്പം തന്നെ ഒരാളുള്ളപ്പോൾ നമുക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ വരുന്ന പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്? അത് എനിക്ക് ആ മുമ്പത്തെ എക്സ്പീരിയൻസ് ഉള്ള കാരണം എനിക്ക് ഓരോ പേഷ്യൻസ് വരുമ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതനുസരിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ, ഡോക്ടർ പറയുന്ന അനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകളും സപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം എനിക്ക് നന്നായിട്ട് അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത്തരം ഒരു പ്രഗ്നൻസി കഴിഞ്ഞും ആഫ്റ്റർ അതുവരെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ശരിക്കും അവർ അവയർനെസ് അവർക്ക് ഒരുപാട് പേര് ഇന്ന് അറിഞ്ഞു വരുന്നുണ്ട്. ആഫ്റ്റർ ഡെലിവറി എന്നുള്ളൊരു ആശയം പോലെ തന്നെയാണ് ബിഫോർ ഡെലിവറി. ശരിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഒരു ജനതയെ നമ്മളൊരു കുട്ടി, കാരണം നമുക്ക് പ്രഗ്നൻസി ഇരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ആ ഡെവലപ്മെൻറ്റ്, ആ ബർത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലേക്ക് അതും വളരെയധികം മുന്നോട്ട് പോകുന്നു. അതെ. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു കപ്പിൾസ് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അവരോട് ചെയ്യാൻ പറയുന്ന കാര്യം ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ബേസ്. ഡീറ്റോക്സ് വരുന്നത് നമ്മുടെ ടോക്സിൻസ് എല്ലാം ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുക, അവരുടെ ബോഡിയെ നമ്മൾ റെജുവിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം അവരോട് പ്രഗ്നൻസിയെ കുറിച്ചുള്ള പ്ലാനിങ്ങിലോട്ട് പോകാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബേബി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അവർ കൺസീവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിന് വേണ്ട മസാജസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് പെയിൻ അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസാജസും കാര്യങ്ങളും പിന്നെ മെന്റൽ സപ്പോർട്ടും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും എല്ലാം നമ്മൾ ചെയ്തു. ശരിക്കും തുടക്കത്തിൽ ഒരു ബെഞ്ചിൽ ഒരു റൂമിൽ തുടങ്ങിയതാണ്. ഒരു ചെറിയൊരു ഫാർമസിയിൽ, 13 ചെറിയൊരു ഫാർമസിയിൽ തുടങ്ങിയതാണ്.
നമ്മൾ അവിടുന്ന് പിന്നെ ഒരു ടേബിൾ ഇട്ടു, 2 ടേബിൾ ഇട്ടു, അങ്ങനെ നമ്മൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തു. സനീഷ് ഭായി പറഞ്ഞതുപോലെ നമുക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആയിരുന്നു ആദ്യം കൊടുത്തത്. ആ ട്രീറ്റ്മെന്റ് ആയിരുന്നു നമ്മളെ ഒന്ന് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തത്. അതെ, തീർച്ചയായും. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആരോഗ്യത്തിൽ നമുക്ക് ഷോർട്ട് കട്ട് ഇല്ല. ടൈം ഈസ് ദ മെഡിസിൻ. അതാണ്, സമയം തന്നെയാണ് നമുക്ക് ഇല്ലാതെ വേണ്ടതും. പിന്നെ നമ്മൾ നന്നായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഗ്രാജുവലി നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മുടെ പേഷ്യൻസ് അവർ റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ അവർ കൊടുക്കുന്ന റെഫറൻസ് അനുസരിച്ചാണ് ഇത്രയും വളർച്ച ഉണ്ടായിരുന്നത്. തീർച്ചയായും നമുക്ക് ഇലക്ട്രോണിക് സിറ്റിയിൽ പിന്നെ UK, US, മൗറീഷ്യസ്, ഗൾഫ് കൺട്രിന്നുള്ള പേഷ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അതെ, നമുക്കൊരു പഥ്യം എന്ന് നമ്മുടെ നാട്ടിൽ പറയും, കാരണം വെച്ചാൽ ഡയറ്റ്. അതെ, അപ്പം ആ ഡെഡിക്കേഷനുള്ള പേഷ്യൻസിനാണ് ലൈഫ് ലോങ്ങിൽ അവർക്ക് നല്ലൊരു പ്രൊഡക്ടിവിറ്റിയും ഒക്കെ അവർക്ക് ലൈഫ് സക്സസ് ചെയ്യാൻ പറ്റുന്ന അവർക്കാണ്. അതുപോലെ തന്നെ നല്ല നമുക്ക് നേരത്തെ പറഞ്ഞപ്പോൾ ലേഡീസിനാണ് അത് മൊത്തത്തിൽ എല്ലാത്തിലും നല്ല ഒരു മെഡിക്കൽ ടീമുണ്ട്. അത് ലീഡ് ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. അതെ, ഡോക്ടർ ജോർലി ജോർജ്. ഡോക്ടറുടെ ഒരു വലിയൊരു സേവനം അത്. തീർച്ചയായും. അദ്ദേഹം ബേസിക്കലി മൂന്നാർ എന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സേവനം എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ ആണ് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത്. പക്ഷേ ST ആയുർവേദ മനയുടെ ഒരു വിജയം അദ്ദേഹത്തിനും കൂടെ അവകാശപ്പെട്ടു. തീർച്ചയായും. കാരണം ഇന്ന് അദ്ദേഹത്തെ നമുക്ക് കിട്ടാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ഈ ഏരിയയിൽ ഇവിടുന്ന് ഒരു ബാംഗ്ലൂർ ഏറ്റവും ഫേമസ് ആയ ഒരു ആയുർവേദ ഡോക്ടറാണ് ഡോക്ടർ ജോർലി ജോർജ്. അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ഒത്തിരിയേറെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമുക്ക് വളരെയധികം സപ്പോർട്ടീവാണ്. അതിപ്പോൾ ഒരു പേപ്പർ വർക്കിന് ചെന്ന് കഴിഞ്ഞാലും അവർ വളരെയധികം നമ്മളോട് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയും പിന്നെ ലീഗലായിട്ടുള്ള സപ്പോർട്ടുകൾ ഇതെല്ലാം നമുക്ക് ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഇപ്പോൾ എന്നാ പറയുന്ന ഒരുവിധം ഫേമസ് ആയ ഒരു സ്ഥാപനമാണെന്ന് തന്നെ നമുക്ക് അവരുടെയൊക്കെ സപ്പോർട്ടുമായിട്ട് നമുക്ക് ഇച്ചിരി നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള ഒരു തലമുറ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ആൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവരുടെ 50ാമത്തെ വയസ്സിലും അവരുടെ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഇതിനകത്താണ്. അതിനാണ് നമ്മൾ ഡിറ്റോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ പഞ്ചകർമ്മ എന്ന് പറയുന്ന വീട് തന്നെ അതിനായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ സാധാരണ ഒരു IT പ്രൊഫഷണൽ സമയത്ത് ലോങ് ടൈം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ബാക്ക് പെയിൻ, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, മറ്റുള്ള കുറേ പ്രശ്നങ്ങൾ, മെൻ്റൽ സ്ട്രെസ്, ഇതൊക്കെ അവർക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡിറ്റോക്സ് ചെയ്യുന്നതിലൂടെ ബോഡി എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കും. ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ ആണ്. അതെ, അത് നമുക്കൊരു സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണ്, പ്രൊസീജിയറാണ്. അതെ, ശരിക്കും. കാരണം നേരത്തെ സനീഷ് ഭായി പറഞ്ഞു, നമ്മൾ രോഗം വരുമ്പോഴല്ല വരുന്നതിന് മുമ്പുള്ള ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദം യോഗ എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒഴിച്ച് മാറ്റാൻ പറ്റാത്തൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾക്ക് ഒരു യോഗ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മോർണിംഗ് കുറച്ച് നേരം യോഗ ചെയ്യുന്നു, അതുപോലെ നമ്മളൊരു ഫുഡ് ക്വാളിറ്റി നന്നായിട്ട് ചെയ്യുന്നു, ഒരു സ്ലീപ്പിംഗ് ക്വാളിറ്റിയും കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒപ്പം തന്നെ ഈ ഒരു നിശ്ചിത സമയത്തുള്ള ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്നുണ്ടാകുന്ന ഏകദേശം ഒരു 95% അസുഖം നമ്മുടെ ശരീരം നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. 2013 തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് 2026 13 വർഷമാണ്. അതെ, ഒരു 13 വർഷം കൊണ്ടൊരു കഠിനാധ്വാനവും ഒരു ആത്മാർത്ഥതയോടുള്ള ഒരു സേവനം കൂടെ നടത്തിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. തീർച്ചയായിട്ടും. അത് ആദ്യം നമ്മൾ വാടക കെട്ടിടത്തിലാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അതിന് നമ്മുടെ കൂടെ തന്നെ ഡോക്ടേഴ്സും സ്റ്റാഫും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ നമ്മുടെ നല്ല ക്ലയൻസും പിന്നെ ദൈവം എല്ലാം നമ്മളെ ഇതിന്. സനീഷ് ഭായിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് കണ്ടത് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്, സിൻസിയർ ആണ്. അതാണ് ആ ഒരു വിജയമാണ് അദ്ദേഹത്തിന് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഒരു പേഷ്യന്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിക്കവർ ചെയ്ത് അവര് പൂർണ്ണമായിട്ട് മുന്നോട്ട് അവർ പോകുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എത്തുന്നുണ്ടോ, അത് വളരെ വലുതാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പേഷ്യൻസിനും അതേ റിസൾട്ട് കൊടുക്കാനുള്ള ഒരു വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. വലിയൊരു യാത്രയാണ്. നമ്മൾ തുടക്കം പറഞ്ഞ യാത്രയിലൂടെയാണ് നമ്മൾ തുടങ്ങിയത്. ഒരുപാട് യാത്രകളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവാം, വളരെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, എല്ലാം കൂടെ ഒരു കൂട്ടിക്കലർന്ന ഒരു രീതിയാണല്ലോ യാത്ര എന്ന് പറയുന്നത്. ഇവിടെ വരെ എത്തി. അപ്പോ ഈ യാത്ര സഫലമാണോ? 100%. യാത്ര സഫലമാണ്. ആഗ്രഹിച്ച ഒരാളെ ജീവിതത്തിൽ കിട്ടി, ആഗ്രഹിച്ച 3 മക്കളെ ദൈവം തമ്പുരാൻ തന്നു, നല്ലൊരു സംവിധാനത്തിൽ നിൽക്കാൻ സാധിച്ചു അല്ലേ? കാരണം എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കും അല്ലേ? അതിന് ഏറ്റവും വലിയൊരു കാര്യം നന്ദി ആരും നമ്മളെ സഹായിച്ചവർക്കും നമ്മളെ ദ്രോഹിച്ചവർക്കും അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ വഴിയോരങ്ങളിൽ നമ്മൾ കണ്ടെത്തിയ എല്ലാവരും. ഇനിയുള്ള എന്തൊക്കെയാണ് ഈ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, ഫ്യൂച്ചർ പ്ലാൻസ്. അതെ, എന്താണ് നമ്മുടെ ST ആയുർവേദ മന വെൽനസ് ഹോളിസ്റ്റിക് വെൽനസ് സെന്ററിനെ
എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹം? ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് കുറച്ചും കൂടെ നല്ല ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഗസ്റ്റ് ഹൗസുകൾ എണ്ണം കൂട്ടുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കുറേ സ്റ്റാഫുകൾ ഒക്കെ ഉണ്ട്. ഇവർക്ക് ഇൻഡിവിജ്വലായിട്ട് ഇവർക്കും നമ്മുടെ ബ്രാഞ്ചുകൾ വരുന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക, കുറേ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടത്തിൽ നിൽക്കുന്നവരെയും കൂടെ നമ്മൾ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് എത്തിക്കുക. സ്വപ്നങ്ങൾക്ക് അതെ അത് തീർച്ചയായും. അപ്പൊ അവരെയും നമ്മുടെ നല്ല നിലയിൽ നമ്മൾ വരുമ്പോൾ അവരെയും നമ്മളോടൊപ്പം നിർത്തുക എന്നൊരു വലിയ മനസ്സ് തന്നെയാണ്. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. തിരക്കേറിയ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. ഒരുപാട് നന്ദി. എല്ലാ വിജയാശംസകളും. താങ്ക് യു. ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആയുർവേദത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ ആ പുണ്യത്തെക്കുറിച്ചും സനീഷ് ഭായിയും ധന്യ മേഡവും പറഞ്ഞു തന്നത്. അതിനെന്താണ് നമ്മൾ സമൂഹത്തിന് നൽകേണ്ടത്, അത് നമ്മൾ പവിത്രതയോടുകൂടി സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി സമീപിച്ചാൽ ദൈവം തമ്പുരാൻ അവരുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് SD ആയുർവേദ ഹോളിസ്റ്റിക് വെൽനസ് സെൻ്റർ. അവരുടെ സ്വപ്നം പോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനവും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സനീഷ് ഭായി ഒരുപാട് മുന്നോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ തൽക്കാലം ഇവിടെ വന്നു. നന്ദി, നമസ്കാരം.